അടുത്തതായി നമുക്ക് ഏതൊക്കെ ടൈപ്പ് CSS ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 ടൈപ്പ് CSS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ഇൻലൈൻ CSS, 2 ഇൻറ്റേർണൽ CSS, 3 എക്സ്റ്റേണൽ CSS. ആദ്യമായിട്ട് നമുക്ക് ഇൻലൈൻ CSS എന്നാണ് നോക്കാം. ഇൻലൈൻ CSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു HTML കോഡ് എഴുതുന്നതോടൊപ്പം തന്നെ CSS കൂടി ആഡ് ചെയ്താൽ അതിനെ നമുക്ക് ഇൻലൈൻ CSS എന്ന് പറയാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകും. ഇവിടെ പറഞ്ഞേക്കുന്നത് H1, അടുത്തത് CSS കമാൻഡാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈൽ ഈസ് ഈക്വൽ ടു കളർ ബ്ലൂ. അപ്പോൾ കളർ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റൈല് ഈ H1 എന്ന് പറയുന്ന ഹെഡിങ് ലെവലിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CSSഉം HTML കോഡും സിംഗിൾ ലൈനിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് ഇൻലൈൻ CSS എന്നാണ്. രണ്ടാമത്തെ കേസാണ് ഇൻറ്റേർണൽ CSS. ഇൻറ്റേർണൽ CSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഹെഡ് എന്ന് പറയുന്ന സെക്ഷനകത്ത് എഴുതുകയാണെങ്കിൽ നമ്മളതിനെ ഇൻറ്റേർണൽ CSS എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ അത് കാര്യം ക്ലിയർ ആകും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് കഴിഞ്ഞ ശേഷം സ്റ്റൈൽ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത് H1 എന്ന് എഴുതിയ ശേഷം ബ്രേസിൽ കളർ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റൈൽ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന കോഡ് നമ്മൾ എഴുതേണ്ടത് ഹെഡ് എന്ന് പറയുന്ന ടാഗിന് അകത്താണ്. ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ ഇൻറ്റേർണൽ CSS തയ്യാറാക്കുമ്പോൾ ഹെഡ് ടാഗ് എഴുതിയ ശേഷം നമ്മൾ CSS എഴുതാനുണ്ടെങ്കിൽ ആ CSSൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സെലക്ടർ പറഞ്ഞ ശേഷം പ്രോപ്പർട്ടിയും വാല്യൂയും കൊടുക്കുക. ഇവിടെ സെലക്ടർ എന്ന് പറയുന്നത് H1 ആണ്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളറാണ്, വാല്യൂ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതായത് H1 എന്നുള്ളത് എവിടെ നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് വരണമെന്നാണ് ഈ ഒരു സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെഡിങ്ങിനകത്താണ് നമ്മൾ സ്റ്റൈൽ എഴുതേണ്ടത്. സ്റ്റൈൽ നമ്മൾ എഴുതി, സ്റ്റൈൽ ക്ലോസ് ചെയ്തു, ഹെഡ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു. ഇനിയും ബോഡിക്കകത്ത് എവിടെയെങ്കിലും നമ്മൾ HTML കോഡ് എഴുതുന്ന സമയത്ത് ബോഡിക്കകത്ത് എവിടെ നമ്മൾ H1 എന്ന് എഴുതിയിട്ട് ഒരു മെസ്സേജ് കൊടുത്താലും ശരി, ആ കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ ടെക്സ്റ്റിൻ്റെ കളർ, ആ ഹെഡിങ് ലെവലിൻ്റെ കളർ ബ്ലൂ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഇനി ഓരോ പ്രാവശ്യവും നമ്മൾ ഹെഡിങ് ലെവലിൻ്റെ 1 ബ്ലൂ ആണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ വെബ് പേജിൽ പല സ്ഥലങ്ങളിൽ ഹെഡിങ് ലെവലുകൾ 1 ആയിട്ട് വരുന്ന പല സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പറഞ്ഞ കളർ ബ്ലൂ ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ CSSൻ്റെ ഒരു എക്സാമ്പിൾ.